ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കാഠി റോളാണ്. കൽക്കത്ത സ്റ്റൈൽ ചിക്കൻ കാഠി റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് തന്നെ മാവ് കുഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പാലാണ്. ഏകദേശം ഒരു 1/2 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നമുക്കിത് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദ മാവും കൂടി ചേർത്തിട്ട് വേണ്ടത് നമുക്കിതിൻ്റെ ഡോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ മൈദ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം കൂടിപ്പോവുകയും ചെയ്യരുത്. മൈദ ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം നമ്മളിത് കുഴയ്ക്കാൻ. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ഒരുമിച്ചാക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ പാത്രത്തിനകത്തേക്ക് മൈദാമാവ് ഇങ്ങനെ ഇടിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഒരു സോഫ്റ്റ് ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഒരു ബോളിലേക്ക് നമുക്ക് അല്പം എണ്ണ തൂത്ത് കൊടുക്കാം. നന്നായിട്ട് പാത്രത്തിലേക്കില്ല നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഡോ നമുക്കതിലേക്ക് എടുത്ത് വയ്ക്കാം. പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണ തൂത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടത് മസാല തയ്യാറാക്കാം. ഇതിന് വേണ്ടുന്ന ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നീളത്തിലരിഞ്ഞിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം ഉള്ളിയുടെ അളവ് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഏകദേശം 2 ഉള്ളിയാണ് നീളത്തിലരിഞ്ഞിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഉള്ളിയും ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ, തൈ പാട്ടോ അല്ലെങ്കിൽ ബ്രസ്റ്റ് പാട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 300 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും ഇത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് അല്പം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുത്തു തന്നെ നമുക്കത് ചിക്കൻ വേവിച്ചെടുക്കണം. ചിക്കൻ വെന്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി തൂക്കി കൊടുക്കാം. ഒന്നുകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവുമ്പോൾ ചിക്കൻ്റെ വേവൊക്കെ നോക്കി വേണം സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ മാവ് ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനകത്തൊന്നൊരു പകുതി ഭാഗം നമുക്കിതുപോലെ മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കണം. അല്ലെങ്കിൽ അത് പിന്നെ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് അടച്ചു വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഓരോ ബോൾ ഉണ്ടാക്കി വെക്കാം. ഒരുവിധം വലുപ്പത്തിലുള്ള മീഡിയത്തിനെക്കാട്ടിലും ഒരു ഇച്ചിരി വലുപ്പം, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം നമ്മളിതിൻ്റെ ബോൾസ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ പാർട്സായിട്ട് എടുത്തതിന് ശേഷം നമ്മളത് കൈവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഒരു ഈവൻ ഷേപ്പ് കൊടുക്കണം അതിൻ്റെ ഈ ബോൾ ഉണ്ടാക്കുമ്പോൾ. ഒട്ടും ഇത് പൊട്ടിപ്പോകരുത്. അതുപോലെ നമുക്കിതൊന്ന് കയ്യിൽ വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്തോട്ട് അല്പം എണ്ണ തൂത്ത് കൊടുക്കണം. എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈവെള്ളം വെച്ച് തന്നെ കയ്യിൽ നമ്മൾ വിരൽ വെച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതായത് കണ്ടോ, കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഷേപ്പ് വരുത്താം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് വരുത്തി കൊടുക്കണം.
ഇനി നമുക്കിതൊന്ന് പരത്താൻ തുടങ്ങാം. നമുക്ക് പരത്തുന്നതിന് ചപ്പാത്തി പരത്തിനൊരു അല്പം നമുക്ക് പൊടി തൂവി കൊടുക്കാം. പൊടി തൂവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാവെടുത്ത് വെച്ച് മാവിടും അല്പം ഒന്ന് ഇങ്ങനെ ശകലം ഒന്ന് പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ തന്നെ ഇച്ചിരി വലുപ്പത്തിൽ തന്നെ വേണം നമ്മളിത്. കനം കുറച്ച് നല്ല വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം ഞാനിത് മടക്കിയിട്ട് ലച്ച പൊറോട്ട പോലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുന്നത്. ഇതുപോലെ അല്പം എണ്ണ തൂത്ത് കൊടുക്കുക, പിന്നെ ഇപ്പോൾ അല്പം പൊടി വിതറി കൊടുക്കുക. ഇതുപോലെ ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയിട്ട് നന്നായിട്ട് നല്ല വലുതായിട്ട് വേണം ഇത് പരത്താൻ, ചെറുതായിട്ടില്ല. ഏകദേശം വലിയൊരു റൊട്ടി ചപ്പാത്തിയാണ് നമ്മളിതിനകത്ത് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് രണ്ടാമതും പൊടി തൂക്കി ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് തവ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു തവയോ അല്ലെങ്കിൽ ഒരു പാനോ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഒരുവിധം മീഡിയം ടു ഹൈ ഫ്ലെയിം ആക്കാം. ഇട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒട്ടും തീ കുറച്ച് വെക്കരുത്. ചെറിയ തീയിലിട്ടല്ല ഇത് വേവിക്കുന്നത്. അല്പം മീഡിയം ടു ഹൈ ഫ്ലെയിം വേണം ഇതിനെ ഇട്ട് വേവിക്കാനായിട്ട്. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണ ബ്രഷ് ചെയ്ത് രണ്ട് ഭാഗവും വെന്തതിന് ശേഷം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് നമുക്ക് ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുത്ത ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതും മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നന്നായി വെന്തതിന് ശേഷം നമുക്ക് തവയിൽ നിന്ന് മാറ്റി നമുക്ക് അതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറയ്ക്കാവുന്നതാണ്. മുട്ട വച്ചിരിക്കുന്ന ഭാഗത്ത് വേണം നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കാനായിട്ട്. നടുഭാഗത്തായിട്ട് ഇതുപോലെ നീളത്തിൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. കൂടെ നമുക്ക് അല്പം നീളത്തിലരിഞ്ഞിരിക്കുന്ന കുറച്ച് സവോള ഉള്ളി വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മയോണീസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിനകത്തേക്ക് നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നുകൂടി ഞാനിവിടെ ഉണ്ടാക്കിയതുപോലെ പെട്ടെന്ന് കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കാഠി റോൾ ഇതാവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.